കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. ജില്ലയിൽ 30-ലേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി, കോഴിക്കോട് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴയുള്ളതിനാൽ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ട്. ഷിത ജഗത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിത, കോഴിക്കോട് നിർത്താതെയുള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പക്ഷേ ഇന്നലെ അർദ്ധരാത്രി മുതലാണ് കോഴിക്കോട് ജില്ലയിൽ മഴ തുടങ്ങിയത്. ആ മഴ പക്ഷെ സൂചിപ്പിച്ച പോലെ തന്നെ നിർത്താതെ പെയ്യുകയാണ്. അതിലാണ് ഇപ്പോൾ 30 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ മരങ്ങൾ വീണിട്ടാണ്, മറ്റു ചില സ്ഥലങ്ങളിൽ മറ്റു രീതിയിലുള്ള കേടുപാടുകളാണ് വീടുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴും പുഴയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാത്രിയിലും വെള്ളം കയറുന്നുണ്ട്. ഒപ്പം തന്നെ മുത്തപ്പൻ പുഴയിലും എല്ലായിടത്തും തന്നെ വെള്ളം കയറുന്നുണ്ട്. ആനക്കാംപൊയിലെല്ലാം തന്നെ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ കുറച്ച് ആദിവാസി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ ആകെ തന്നെ 3 താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. അവിടെ നിന്നും ആളുകളെ വീടുകളിൽ നിന്നും മാറ്റുന്നുണ്ട്. മാവൂർ പഞ്ചായത്തിലും ഇതേ രീതിയിൽ തന്നെ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കച്ചേരിക്കുന്ന് ഭാഗത്തുനിന്ന് കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും മഴ തുടരുകയാണ്. കക്കയത്ത് രാവിലെ മുതൽ തുടങ്ങിയ മഴയിൽ തന്നെ രാവിലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്ന റെഡ് അലേർട്ട് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഫരിഷ. ശരി, കോഴിക്കോട് മലയോര മേഖലകളിൽ അടക്കം കനത്ത മഴ തുടരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിരിക്കുകയാണ്. ഷിത ജഗത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.